നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്റെ കാശില്ലാതെ വീട്ടു ചെലവ് നടത്താൻ അമ്മയ്ക്ക് ത്രാണിയുണ്ടോന്ന് എനിക്കൊന്ന് അറിയണല്ലോ. ഭാര്യയുടെ ചെലവിൽ ഓസിന് ജീവിക്കുന്ന ജന്തു. എന്നാ ഇതൊന്നും അമ്മ ഉണ്ടാക്കിയതല്ല, ഇതെല്ലാം എന്റെ കൈ കൊണ്ട് വെച്ചുണ്ടാക്കിയതാ. ആണോ? അയ്യോ, എന്നാ പിന്നെ ഊണിന്റെ സുഖവും മനസ്സുഖവും ഒന്നിച്ച് അനുഭവിക്കാൻ വേറെ എങ്ങും പോവണ്ട. നാത്തൂനുണ്ടാക്കുന്ന സാമ്പാറിനും പുളിശ്ശേരിക്കും പരിപ്പിനും ഒക്കെ എന്താ രുചിന്നറിയോ? ഉണ്ടാലും ഉണ്ടാലും മുഴിക്കില്ല. ചോറിലേക്ക് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരു പാത്രം ഇങ്ങനെ എടുക്ക്. നാത്തൂനെ വിശന്നിട്ട് എന്റെ കുടല് കത്തുന്നു. വേണ്ടാന്ന് പറയുന്നതേ അമ്മയുടെ മൂക്കി കയറുകൊണ്ടാ. എന്നെ കാണുമ്പോ അമ്മയ്ക്ക് ശുണ്ടിയും കയറും ദേഷ്യം എല്ലാം കൂടെ ഒരുമിച്ച് മൂക്കി കയറും. മൂത്ത മോളെന്ന നിലയ്ക്ക് എന്നോടുള്ള പ്രത്യേക സ്നേഹം കൊണ്ടാ അല്ലേ അമ്മേ? അല്ല, വെറുപ്പ് കൊണ്ടാ. ദിയമോളുടെ ചികിത്സയ്ക്ക് വേണ്ടിയാ അമ്മ വന്ദനയ്ക്ക് ആഭരണം കൊടുക്കാൻ തയ്യാറായത്. എന്നിട്ട് നിങ്ങൾ വന്ന് അതിൽ ഇടങ്കോലിട്ടില്ലേ? ആ പെങ്കൊച്ചിനെ വേദനിപ്പിച്ചില്ലേ? നിങ്ങൾക്കും 2 പെമ്മക്കളാണെന്നുള്ള ഓർമ്മ വേണം. ആ ഓർമ്മ ഉള്ളതുകൊണ്ടാ നാത്തൂനെ ഞാനേ ഇടങ്കോലിട്ടത്. അമ്മയുടെ കയ്യിലുള്ള സ്വർണങ്ങളൊക്കെ എന്റെ പെൺമക്കൾക്ക് അനുഭവിക്കാനുള്ളതാ. അമ്മ അത് തന്നിരിക്കും, ഇല്ലെങ്കിലേ ഞാൻ പിടിച്ചു വാങ്ങിയിരിക്കും. അയ്യോ നാത്തൂനെ, എനിക്ക് വിശക്കുന്നു. അവനവന് വേണ്ട ഭക്ഷണം അവനവൻ തന്നെ വിളമ്പി കഴിക്കണം. ആരാ ഈ അവനവൻ? ഓ, എന്റെ കാര്യായിരിക്കും അമ്മ പറഞ്ഞത്. അതങ്ങ് നേരത്തെ പറഞ്ഞൂടെ അമ്മേ? അങ്ങോട്ട് മാറും നാത്തൂനെ. ആ ചൂട്. ഓ, സൂപ്പർ. മനുഷ്യർക്ക് കഴിക്കുന്ന ഭക്ഷണത്തിന്റെ നന്ദിയെങ്കിലും വേണം. സുചിത്ര, ഒന്നും പറയണ്ട. പോത്തിന്റെ ചെവിയില് വേദം ഓതിയിട്ട് കാര്യമില്ല. അച്ഛമ്മയ്ക്കും പഴഞ്ചൊല്ലു, അമ്മയ്ക്കും പഴഞ്ചൊല്ലു. എന്നാലേ വസന്തയ്ക്കും ഉണ്ടൊരു പഴഞ്ചൊല്ലു. നാണം കെട്ടാലേ വയറ്റിനു കൊള്ളാം. പക്ഷെ വിശപ്പിന്റെ കാര്യത്തിൽ മാത്രം ഈ വസന്ത പുലിയാ, പുലി. കുറ്റം പറയരുതല്ലോ, നല്ല കറി, നല്ല ടേസ്റ്റ്. അല്ല സുജിത്ത്, നിനക്ക് പഴഞ്ചൊല്ലൊന്നുമില്ലേ? അവര് പോയത് നന്നായി. ബാക്കി കറിയും കൂടി എടുക്കാം. അപൂർവമായ ഒരു കേസായിട്ട് മാറിയല്ലോ. അതെന്റെ ഫ്രണ്ടാണ്. നീ എന്ത് പണിയാടായി കാണിച്ചേ? നല്ല രസത്തിന് സിനിമ കണ്ട് സുഖിച്ചു വരുമായിരുന്നു. അപ്പോഴാ നീ അത് ഓഫ് ചെയ്തേ. അതിന്റെ അടുത്ത ഭാഗം കാണാനുള്ള ആവേശത്തിലായിരുന്നു ഞാനും മിനുവൊക്കെ. തിയേറ്ററിലോ പോയി സിനിമ കാണുന്നില്ല, ടിവിയിൽ കാണാന്ന് വെച്ചാ അതിന് നീ സമ്മതിക്കത്തില്ലേ? നീ എന്തിനാണ് ടിവി നിർത്തി കളഞ്ഞത് മഹാഭാവി? ഭാരിച്ച കറണ്ട് ചെലവേ എന്റെ ആയുസ് കൊണ്ടുപോകാതിരിക്കാൻ. വേലയും കൂലിയില്ലാത്തവർക്കേ നേരത്തെ കിടന്ന് ഉറങ്ങിക്കൂടെ? ഞങ്ങൾ ഉറങ്ങാൻ വൈകിയ നിനക്കെന്താടാ നഷ്ടം? ധനനഷ്ടം. കറണ്ട് എരിയണമെങ്കിലേ കാശ് മുടക്കണം. നിങ്ങൾ ആരെങ്കിലും 10 പൈസ മുടക്കുന്നുണ്ടോ? ഒരൊറ്റ ചവിട്ടുന്നുണ്ടല്ലോ, എത്ര കൊണ്ടാലും നാണമില്ലാത്ത കഴുത. എന്റെ കൈ മെനക്കെടുത്തത് മിണ്ടാതിരുന്നോളവിടെ. നീ എന്തിനാണ് ഇവനോട് കലി തുള്ളുന്നേ? എന്റെ അച്ഛൻ്റെ എച്ചിൽ നിന്ന് ജീവിക്കുന്ന നാണം കെട്ട ജന്തു. പ്രകാശ, കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല.
ഇവിടെയുള്ള കുട്ടികളെക്കാൾ അനാഥ പരിശുകളെ പോറ്റുന്നതിലാണല്ലോ ഇവിടെയുള്ളവർക്ക് താല്പര്യം. ആ അവന്റെ ഒരു ഫാൻ കൊള്ളല്. അങ്ങനെ ഇപ്പൊ സൂഹിക്കണ്ട. കറണ്ട് ചാർജ് മാസാമാസം പെരുകിക്കൊണ്ടിരിക്കുക. കാറ്റുകൊള്ളാൻ തെണ്ടികളും പണം മുടക്കാൻ പ്രകാശും അത് വേണ്ട. ഏട്ടാ എന്താ ഇത്? അച്ഛമ്മയും വിനുവേട്ടനും കാറ്റ് കൊള്ളുന്നതിന് കണക്ക് പറയാൻ തുടങ്ങിയോ? അവരെ ഇങ്ങനെ അപമാനിക്കരുത്. അവന്റെ ഒരു ഉപദേശം. അപമാനത്തിന് പോലും നീ ഒരു അപമാനമാണ്. ഭാര്യയുടെ ചെലവിൽ കഴിയുന്നവൻ എന്നെ ചൊറിയാൻ വരല്ലേ. സ്വന്തം കാലിൽ സ്വന്തം ചെലവിൽ നിൽക്കാൻ പ്രാപ്തി ഉണ്ടായിട്ട് മതി നിന്റെ ഉപദേശമൊക്കെ. നിർത്തടാ. കൊറേ നേരായല്ലോ നീ കിടന്ന് ചിലക്കാൻ തുടങ്ങിയിട്ട്. മാധവേട്ടൻ വാങ്ങിയ സ്ഥലത്ത് വീട് വെക്കാൻ ഞാൻ പണം ചോദിച്ച അന്ന് മുതലാ നിന്റെ ഈ കളിയാട്ടം തുടങ്ങിയത്. വീട്ടു ചെലവിൽ ഒരു പങ്ക് നീ വഹിക്കുന്നു എന്നുള്ളൊരു അഹങ്കാരം നിനക്കുണ്ട്. ഇനി മുതൽ വീട്ടു ചെലവിന് ഇവിടേക്ക് നീ ഒരു ചില്ലി കാശ് പോലും തരണ്ട. എന്നാണെങ്കിലും നിന്റെ ഈ ചൊരുക്കൊന്ന് തീരുമല്ലോ. വീട്ടു ചെലവിന് കാശ് കൊടുക്കുന്ന പ്രശ്നം മാത്രമല്ല, വേറെയുണ്ട്. അമ്മയുടെ ഭാഗത്താ പ്രശ്നം. കയ്യില് കാശില്ല എന്ന് പറയുമ്പോഴും കുടുംബത്തിലെ സ്വർണ്ണക്കെ അനാഥ കുട്ടികൾക്ക് ചെലവിന് കൊടുക്കുന്നുണ്ടല്ലോ. അതിനൊന്നും അമ്മയ്ക്ക് യാതൊരു സങ്കടവും ബുദ്ധിമുട്ടുമില്ല. പ്രകാശ് സത്യം പറഞ്ഞാല് ശ്വാസം മുട്ടല്. ചന്ദ്രിക, നീ വന്ദനയ്ക്ക് സ്വർണം കൊടുക്കാൻ തീരുമാനിച്ചതിന്റെ ദൃക്സാക്ഷിയല്ലേ നിന്റെ മൂത്ത മോള് വസന്ത. അവള് മറ്റൊരു ബോംബിന് തീ കൊടുത്തിട്ടാ പോയെ. വസന്തൻ ഈ കുടുംബത്തിലെ സന്തതി തന്നെയാ. അവൾക്കും അനീതി കണ്ടാല് ചോദ്യം ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അവളെ അങ്ങനെ തഴയല്ലേ. ഇനി ഈ വീട്ടിലെ ചെലവിന് ചില്ലിക്കാശ് പോലും തരണ്ടെന്നാ അമ്മ പറഞ്ഞിരിക്കുന്നത്. വാക്ക് മാറ്റി പറയരുത്. എന്റെ കാശില്ലാതെ വീട്ടു ചെലവ് നടത്താൻ അമ്മയ്ക്ക് ത്രാണിയുണ്ടോന്ന് എനിക്കൊന്ന് അറിയണല്ലോ. ഭാര്യയുടെ ചെലവിൽ ഓസിന് ജീവിക്കുന്ന ജന്തു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.